SY/EC/DSPയുടെ മൊഡ്യൂൾ 3യുടെ തിയറിയാണ്. നമ്മൾ ആദ്യം പറയുന്നത് ഫ്രീക്വൻസി റെസ്പോൺസും ഫേസ് ഡിലേയും ഗ്രൂപ്പ് ഡിലേയാണ്. ആദ്യം ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നലിൻ്റെ ഡിഫറൻറ്റ് ഫ്രീക്വൻസിയോടുള്ള സിസ്റ്റത്തിൻ്റെ റിയാക്ഷനെയാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് വിളിക്കുക. അതേപോലെ തന്നെ ഒരു സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാനാണ് നമ്മൾ ഫേസ് ഡിലേയും ഗ്രൂപ്പ് ഡിലേയും ഉപയോഗിക്കുന്നത്. ഫേസ് ഡിലേ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ഓരോ ഫ്രീക്വൻസി കമ്പോണൻറ്റിന് ഉണ്ടാകുന്ന ടൈം ഡിലേനെയാണ് നമ്മൾ ഫേസ് ഡിലേ എന്ന് വിളിക്കുക. അതിൽ ഗ്രൂപ്പ് ഡിലേ എന്ന് പറഞ്ഞാൽ മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ എൻവലപ്പിന് ഉണ്ടാകുന്ന ടൈം ഡിലേനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡിലേ എന്ന് വിളിക്കുക. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ ചൂടെ എഴുതിയിരിക്കുന്നത്. y(n) നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്തു, y/x ചെയ്തപ്പോൾ നമുക്ക് h കിട്ടി. h(e⁻ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഫേസ് ഡിലേയും ഗ്രൂപ്പ് ഡിലേയുടെ ഇക്വേഷനാണ് താഴെ എഴുതിയേക്കുന്നത്. -θ(ω/ω). ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംഗുലർ ഫ്രീക്വൻസിയാണ്. ആംഗുലർ ഫ്രീക്വൻസി 1 ആകുമ്പോഴുള്ള ഫേസ് ഡിലേയാണ് നമ്മൾ 1/1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ അതിൻ്റെ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡിലേ എന്ന് വിളിക്കുക. അപ്പോൾ -dθ(ω/ω) അത് ഫംഗ്ഷനാണ് θ(ω) എന്ന് ഉദ്ദേശിക്കുന്നത്. മൈനസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒമേഗയുടെ വാല്യൂ 1 തന്നെ നമ്മൾ അറ്റ് 1 റേഡിയൻ/സെക്കൻഡ് ഉള്ള ഫേസ് ഡിലേയും ഗ്രൂപ്പ് ഡിലേയാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കണേ. നിങ്ങൾ പ്രോബ്ലമായിട്ടൊരു എക്സാമ്പിൾ കാണിച്ചാണ്, കഥയായിട്ടാണ് അത് ചോദിക്കാറ്. രണ്ടാമതുള്ളത് ലീനിയർ ഫേസ് ആണ്. ഫേസ് റെസ്പോൺസ് ഫ്രീക്വൻസിയുടെ ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കതിനെ ലീനിയർ ഫേസ് എന്ന് വിളിക്കാം. നമുക്കത് 2 ടൈപ്പിലുണ്ട്, സിമെട്രിക്കും ഉണ്ട് ആൻറ്റി സിമെട്രിക്കും ഉണ്ട്. നമ്മൾ ഓൾറെഡി FIRൽ പ്രോബ്ലം ചെയ്ത പോലെ നമുക്കൊരു മിഡിൻ്റെ വാല്യൂ വെച്ചിട്ട് മേളിലോട്ടും താഴത്തോട്ടും നമുക്ക് സിമെട്രിക് വാല്യൂസാണ് കിട്ടിയത്. അത് ഫസ്റ്റത്തെ വാല്യൂവിൻ്റെ സെയിം തന്നെ ലാസ്റ്റ് കിട്ടുമ്പോൾ നമ്മളതിനെ സിമെട്രിക് എന്ന് വിളിക്കും. അതിൻ്റെ നെഗറ്റീവ് കിട്ടിയാലാണ് നമ്മളതിനെ ആൻറ്റി സിമെട്രിക് എന്ന് വിളിക്കുക. ഓക്കെ, പിന്നെ അടുത്തുള്ളത് നമ്മുടെ ഡിഫറെൻറ്റ് ലോ പാസ് ഫിൽറ്ററിൻ്റെയും ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെയൊക്കെ ഇക്വേഷൻസ് ആണ്. നമ്മൾ ലോ പാസ് ഫിൽറ്റർ ആക്കാൻ വേണ്ടി എസിന് വരെ S/ω/C ഇവിടുത്തെ, അതുപോലെ ഹൈ പാസ് ഫിൽറ്ററാണ് നേരത്തെ ω/C/S ആണ്. അതിപ്പോൾ ബാൻഡ് പാസിനും ബാൻഡ് റിജക്ഷനും ഉള്ള ഓരോ ഫിൽറ്ററിൻ്റെയും ഇക്വേഷനാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ചോദിക്കുന്നത് ഹൈ പാസ് ഫിൽറ്ററിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇമ്പൾസ് ഇൻവേരിയൻറ്റ് ടെക്നിക്ക് നോർമലി യൂസ് ചെയ്യാത്തതെന്നാണ്. നമ്മൾ സിസ്റ്റം എടുക്കുമ്പോൾ നമുക്കതിലെ പോൾസ് ഇഷ്ടമാതിരി പോൾസ് വരാം, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോൾസ് വരാം. അതിന് നമ്മൾ ഇസഡിലോട്ട് ഇൻഫിനിറ്റ് മാപ്പിംഗ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ഏലിയാസിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നോർമലി നമ്മൾ ഇമ്പൾസ് ഇൻവേരിയൻറ്റ് മെത്തേഡിൽ ഹൈ പാസ് ഫിൽറ്ററിൽ അപ്ലൈ ചെയ്യാത്തത് കേട്ടോ. പിന്നുള്ളത് ഒരു ഡെറിവേഷനാണ്. നമ്മുടെ ഒമേഗാസിയുടെ ഫോർമുല എങ്ങനെയാണ് വന്നതെന്നുള്ള ഡെറിവേഷനാണ്. നമ്മൾ മാഗ്നറ്റിക് റെസ്പോൺസിൻ്റെ സ്ക്വയറിൻ്റെ ഫോർമുലയാണ് എഴുതിയേക്കുന്നത്. ആദ്യം 2 ഇക്വേഷൻ, അപ്പോൾ രണ്ടും നമുക്ക് അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യാം. 1 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് റിലേഷൻ കിട്ടി. അതിലെ ഒമേഗ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ള ωp/ωc²n. അതിൽ ωc എന്ന് പറഞ്ഞാൽ ωp/ε1/n അല്ലേ. നമുക്ക് അതിനത്രയും ചുരുക്കി ε² എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ശരിക്കും √10⁻⁴ α p−1 ആണ്. പക്ഷേ സ്ക്വയർ ഉള്ളതുകൊണ്ട് റൂട്ട് നമ്മുടെ ക്യാൻസലായി പോകും. ദെയർഫോർ ωc =ωp/ε1 എന്ന് കൺസിഡർ ചെയ്യാം. നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്താണ്, ഇതിൻ്റെ ഡെറിവേഷനായിട്ട് ചോദിക്കുമ്പോൾ എഴുതാനുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മളെ ബൈലീനിയറും ട്രാൻസ്ഫോർമേഷനൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ ബട്ടർവർത്ത് ഒരു അനലോഗ് ഫിൽറ്ററാണ്. പക്ഷെ നമ്മൾ IIR ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നത് ഡിജിറ്റലായിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം അനലോഗിൽ ഡിസൈൻ ചെയ്തിട്ടാണ് ഡിജിറ്റലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യണത്. ഈ അനലോഗിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസിയാണ് നമ്മൾ W വെച്ച് റെപ്രസെൻറ്റ് ചെയ്തത്. ഡിജിറ്റൽ ഫ്രീക്വൻസിയാണ് നമ്മൾ W വെച്ച് റെപ്രസെൻറ്റ് ചെയ്തത്. പക്ഷെ നമുക്ക് വേണ്ടത് അനലോഗ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമ്മൾ അനലോഗ് ഫ്രീക്വൻസി ആക്കാൻ വേണ്ടിയിട്ട് W നമ്മൾ ഓമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ബട്ടർവർത്ത് അനലോഗിൻ്റെ ഡേറ്റയായി നമ്മളത് ഡിസൈൻ ചെയ്തു, തിരിച്ചവസാനം ഡിജിറ്റലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ആ ഒരു ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനാണ് നമ്മളിവിടെ Ω = 2/T നമ്മൾ ഓൾറെഡി പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. പിന്നുള്ളത് FIRും IRCസിൻ്റെ കമ്പാരിസൺസ് ആണ്. നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ 3-4 പോയിൻറ്റ്സ് പഠിച്ച് വെക്കണം, കമ്പയർ ചെയ്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ലാസ്റ്റ് വെച്ചാണ് ഗിബ്സ് ഫിനോമിനയാണ്. ഇത് എപ്പോഴും 3 മാർക്ക് ചോദിക്കണതാണ്. നമ്മൾ FIR ഫിൽറ്റർ ഡിസൈൻ ചെയ്യുമ്പോഴാണല്ലോ വിൻഡോ മെത്തേഡ് അപ്ലൈ ചെയ്ത്. നമ്മളൊരു ഇൻഫിനിറ്റി ലോങ് ഡ്യൂറേഷനിൽ നിന്നാണ് നമ്മൾ സിഗ്നൽസിനെ സെലക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ പാസ് ബാൻഡിലും സ്റ്റോപ്പ് ബാൻഡ് എഡ്ജസിലും കുറച്ച് എറേഴ്സ് ഉണ്ടാവും. ഈ എറേഴ്സ് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്ത് വിൻഡോനെ അപ്ലൈ ചെയ്യണത്. ആ ഒരു എറർ ഉണ്ടാവുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ ഗിബ്സ് ഫിനോമിന എന്ന് വിളിക്കുക. ഗിബ്സ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് 5 മാർക്കിന് എപ്പോഴും ഞാൻ ചോദിക്കുന്നതാണ് കേട്ടോ.